കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യമൊക്കെ തിരക്കുണ്ട്. എന്നാൽ വലിയ തിരക്ക് എന്ന് പറയാനില്ല, മോശമല്ലാത്ത തിരക്കുണ്ട്. നമുക്കെന്തായാലും കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് മഞ്ജുള വാരിസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ചിട്ട് വരാം. ഗരുഡ പ്രതിമയൊക്കെ കണ്ടിട്ട് വരാം, വെങ്കലത്തിൻ്റെ. അത് കഴിഞ്ഞ് വരുമ്പോൾ പുതിയ ഗോപുരത്തിന് രണ്ട് സൈഡിലുള്ള ഓരോരോ വിഗ്രഹങ്ങളെയും കണ്ടിട്ട് വരാം. അങ്ങനെ വന്ന് നമ്മൾ അത്തിമര ഗണപതിനെ കാണാനായിട്ട് പോവാം. അവിടെ പോയിട്ട് അവിടെ സുഖമായിട്ടുള്ള ദർശനമാണ്, 4 ഭാഗത്തു നിന്നും നോക്കാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് ഗണപതിയോട് പറഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ വലിയ ബലിക്കല്ലിൻ്റെ അവിടെ, കൊടിമരത്തിൻ്റെ നടുക്കുള്ള വലിയ ബലിക്കല്ലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അവിടേക്കൊന്ന് തൊഴുത് നേരെ നമ്മൾ കയറുമ്പോൾ ഇടതുവശത്തേക്കൊന്ന് നോക്കിയാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയിരുന്ന് നാരായണി എഴുതിയ ആ പീഠം കാണാം. അവിടെ ആ കിടാവിളക്ക് കത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതൊന്ന് നോക്കി തൊഴാം. അതേപോലെ വലതേ സൈഡിലുള്ള തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ ഭഗവാന്റെ 2 കാൽപാദങ്ങൾ കാണുന്നു. പിന്നെ ഒരു ഊഞ്ഞാലാട്ടോ, ഊഞ്ഞാലാടുകയാണ് ഉണ്ണിക്കണ്ണൻ. ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ ഇരുന്ന് പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അരമണി കാണാണ്ട് കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അങ്ങനെ 3 മാലകളുണ്ട് സ്വർണത്തിൻ്റെ. ഒരു കയ്യിൽ 2 കൈ കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ കയറ് പിടിച്ചിങ്ങനെ ഇരുന്ന് ആടുകയാണ്. ഒരു കയ്യിൽ സ്വന്തം പൊന്നോടക്കുഴലുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ നല്ല സ്വർണ്ണ ഗോപി ഉണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, അതേപോലെ തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളുണ്ട്. പിന്നെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. തെച്ചിപ്പൂവും തുളസിയായിട്ടുള്ളതാണ് 2. അതേപോലെ തന്നെ വലിയ ഉണ്ടമാല. ആ ഉണ്ടമാലയും എന്താ വെച്ചാൽ തെച്ചിയും തുളസിയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒന്നിൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. ഇന്ന് തെച്ചിക്കാണ് കൂടുതൽ, ചുവപ്പിനാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതേപോലെ ഊഞ്ഞാലാടുന്ന കണ്ണനെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് മുന്നൂലം ഭഗവതിക്കനാണ്. അപ്പോൾ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ചാർത്ത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും. ആ പ്രാർത്ഥന അവിടെ എത്തും. കാരണം നമ്മൾ അവിടേക്ക് എത്തി തൊഴുന്നതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ ആ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ കണ്ടു, ഭഗവാന്റെ വർണ്ണന കേട്ടു. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്നു. ആദ്യം തന്നെ അഗ്നികോണിലുള്ള ആ ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആ ചുവരിൻ്റെ മുകളിലുള്ള അരയാലിലക്കണ്ണൻ, ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ അവിടെ നിന്ന് അലങ്കാരമൊക്കെ ആയിരുന്നു. ഇന്നുണ്ട് കേട്ടോ പീലി. ആ കണ്ണനാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ സാന്നിധ്യം, കണ്ണൻ്റെ സാന്നിധ്യം തന്നെയാണ്. പക്ഷെ ഇന്നലത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു കണ്ണൻ്റെ മുഖം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല എന്ന് തോന്നുന്നു. ഇന്ന് ഗണേശൻ്റെ പോലെ തന്നെയാണ്, പക്ഷെ പീലി വെച്ചിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഉണ്ട്. നല്ല അലങ്കാരമായിട്ട് തന്നെയാണ്. നന്നായിട്ട് എല്ലായിടത്തും ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് മുഴുവനും ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ആ പീലി മാത്രം ഇങ്ങനെ കാണുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കാഴ്ച അങ്ങനെയാണ്. ഇന്നലെ ശരിക്കും ആ ഒരു ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന പോലെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ വിഘ്നേശ്വരനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണാം. അവിടെ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ അവിടുന്ന് പോന്ന് നേരെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണപതീനെയും അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ ഇന്ന് അവിടെ ഒന്നും മാലകളൊന്നുമില്ല കേട്ടോ. ഒക്കെ വെറുതെ ഇങ്ങനെ ഉള്ള വിഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മേൽശാന്തിയുടെ അവിടെ വന്നിരുന്ന ഭവേഷോദിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞാൽ വാമനരൂപം കാണാം, പിന്നെ ഗജേന്ദ്രമോക്ഷം കാണാം, പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അതേപോലെ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് നല്ല മാലകളുണ്ട്. അരളിമാലയാണ്, വലിയ അരളിമാല നല്ല ഉണ്ടായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാ തലത്തിലും എത്തിയിട്ടുള്ളത്. പിന്നെ മുല്ലമുട്ടുമുണ്ട്, നല്ല രസമായിട്ട് തന്നെയാണ് ചാർത്ത. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ഇന്ന് ഉള്ളിലൊക്കെ അത്യാവശ്യം തിരക്ക് തന്നെ, കാരണം ഇപ്പോൾ ആ തുറന്ന നേരാവുകൊണ്ടേ, നട തുറന്ന നേരാവുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. എന്നാലും അവിടെ നമസ്കരിക്കാനൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ ബാക്കി ഉണ്ണിക്കണ്ണനെ കാണാം, പിന്നെ മുരുകനെ കാണാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ, ഒന്നും മാലയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അതേപോലെ അതായത് കാളിയമർദ്ദനത്തിൻ്റെ രൂപം കണ്ടു. പിന്നെ നമ്മൾ നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് നീങ്ങിയാൽ ആ ചുമരിലുള്ള താമരയിലുള്ള കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നപ്പോൾ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങോട്ട് കയറിയാൽ മണിക്കിണർ കാണാം. അതേപോലെ നൃത്ത അറയിൽ അതാ കിടാവൾക്ക് കത്തിരിക്കണം, അപ്പോൾ അത് കാണാം. അവിടെയൊക്കെ തൊഴുത് നമ്മൾ കുറൂരമ്മേനെയും നാരദനെയും അതേപോലെ വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് ആ ഉണ്ണീനെ കുട പിടിച്ചിങ്ങനെ നിൽക്കുന്ന അനന്തനെയൊക്കെ കണ്ട് ഇങ്ങനെ പോന്ന് നേരെ വടക്കേ നടയിലൂടെ പുറത്ത് വന്ന പ്രസാദ കൗണ്ടറിൻ്റെ അടുത്തെത്തിയാൽ അവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ വേഗം പ്രസാദമൊക്കെ വാങ്ങാം, ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരിക. അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അന്ന് ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ വലിയ തിരക്കായിട്ടില്ല. അങ്ങനെ അവിടെ വന്ന് നമുക്ക് തൊഴാം. അവിടെയും നന്നായിട്ട് ഉണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ കണ്ണൊക്കെ എഴുതി നല്ല വാലിട്ടിട്ട് നീളത്തിൽ കണ്ണെഴുതിയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട്. അതേമാതിരി ആ ചുണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട്, നെറ്റിയൊക്കെ വീതി തടത്തിലിങ്ങനെ നല്ലൊരു വട്ട പൊട്ട്. ഇന്ന് നല്ല അതീവ സുന്ദരിയായിട്ടാട്ടോ ഇരിക്കുന്നത്. നല്ല കിരീടമൊക്കെ വെച്ചിട്ട് ഇന്നലെ നല്ല എന്താ പറയുക, ചെറിയ കുട്ടിയുടെ ഭാഗത്തിൽ നിഷ്കളങ്കമായിട്ട് അത് ശാന്തമായിട്ടായിരുന്നു ഇന്നിപ്പോൾ കുറച്ചൊരു തേജസ് കൂടിയിട്ട് ഒരു പ്രൗഢഗംഭീരമായിട്ടാണ്. അതായത് ശരിക്കും ദേവീ രൂപത്തിൽ തന്നെ. ഇന്നലെ നമുക്കൊരു ബാലരൂപത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അമ്മ ഒരു ദേവീ രൂപത്തിൽ തന്നെയാണ്. നല്ല രസമായിട്ടുള്ള ഇതാണ്, കാഴ്ചയാണ് കാണാനുള്ളത്. അതേപോലെ ധാരാളം അർച്ചന, ചുവന്ന പട്ട് ഉണ്ട്. ആ പട്ടിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊക്കെ അർച്ചന പൂക്കളാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. വലിയ താലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേമാതിരി നല്ല ആ ഒരു മാങ്ങാമാല പോലത്തെ, മാങ്ങയല്ല ഈ കാശിമാല പോലത്തെ വലുത്, അതൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ ഇന്നത്തെ രൂപം. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ കോർണറിലെത്തിയാൽ പിന്തിരിഞ്ഞിട്ട് നമ്മൾ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം നടത്തിയ പോലെയാവും. അങ്ങനെ അതിന് ശേഷം നമ്മൾ വരുമ്പോൾ ആൾരൂപ വഴിപാടിൻ്റെ അവിടെ നിന്ന് ധാരാളം ആളുകളാട്ടോ. ഒരുപാട് ആൾരൂപം എടുത്ത് വയ്ക്കാനുണ്ട്. ചെവി, കണ്ണ്, മൂക്ക് എല്ലാതും ഉണ്ടല്ലോ. അതേമാതിരി നാരായണീയമൊക്കെ ധാരാളം ആൾക്കാർ എടുത്ത് വയ്ക്കുന്നുണ്ട്. കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പോൾ അത് കാണാം. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ മഞ്ചാടി വാരുന്നുണ്ട്. വലിയ ആൾക്കാരും വാരുന്നുണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും വാരുന്നുണ്ട്. അതേമാതിരി ആ നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്നത് അവിടെ നോക്കുമ്പോൾ മുകളിലല്ല, നടുക്കലത്തെ അറ മുഴുവൻ വിളക്കുകളായി, ചെറിയ ചെറിയ വിളക്കുകൾ ധാരാളമുണ്ട് ഇന്ന് കത്തിച്ച് വെച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെയും കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, വേദപാരായണം ചെയ്യുന്ന സ്ഥലം. അവിടെ ഒന്ന് നോക്കി നമസ്കരിച്ചു. നേരെ അയ്യപ്പൻ്റെ അടുത്ത് വരിക. അയ്യപ്പൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയും അലങ്കാരമൊക്കെ ഉണ്ട്. 2 തട്ടുള്ള വലിയ കിരീടമൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല ഇതായിട്ട് തന്നെയാണ്. ചുവന്ന ഒരു മഞ്ഞ പട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്, മഞ്ഞ പട്ട് കൊടുത്ത പോലെയാണ് തോന്നുന്നത്. അതേപോലെ അതിൻ്റെ മുകളിൽ ഒരു പാവുകൊണ്ടുമുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ അലങ്കാരം. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിലെ ആ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ വന്ന് പുറത്തേക്ക് കടന്ന് നേരെ വന്ന് ആ ഒരു കുളത്തിനെ, രുദ്രതീർത്ഥത്തെ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി ഹാളിൻ്റെ അവിടെയൊക്കെ കുറച്ചൊക്കെ തിരക്കുണ്ട്. ടോക്കൻ്റെ അവിടെയും തിരക്കുണ്ട്, ഭക്ഷണത്തിൻ്റെ അവിടെയും ഉണ്ട്, എല്ലായിടത്തും തിരക്കാണ്. അങ്ങനെ നമ്മൾ നാരായണാലയത്തിലെത്തി. അവിടെ വന്ന് അവിടെ ധാരാളം ഭക്തരെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണു, നാമം ചൊല്ലുന്നുണ്ട്. അതൊക്കെ കാണാം. അതൊക്കെ കണ്ട് പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ആ ദേവിയുടെ അവിടെ എത്തി ഒന്നുകൂടി തൊഴാം. പിന്നീട് നമ്മുടെ ആ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കാം. ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കാണാണ്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് തെക്കേ നടയിലുള്ള കൂവളത്തെ കാണാം. അപ്പോൾ ആ കൂവളത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ വന്നിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് ആ കൂവളത്തെ ഒന്ന് വലം വയ്ക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് വിനീഷ് മൂലം, അവർക്ക് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അജയ് മകം ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലത ആയില്യം രോഗശാന്തിക്കാണ്. മണികണ്ഠൻ മകം അസുഖം മാറാനാണ്. അതേപോലെ ലക്ഷ്മി മകം അനീഷ് മകീരം, ലത രോഹിണി, അർജുൻ കാർത്തിക, ഇവർക്കൊക്കെ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അസുഖങ്ങളൊക്കെ മാറിയിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും ആ പ്രാർത്ഥന അവർക്കും എല്ലാവർക്കും അസുഖങ്ങളും എല്ലാതും മാറി കിട്ടാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. അങ്ങനെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും കടാക്ഷിക്കും. ഇനി ഒരു ചെറിയ കഥയും കൂടി പറയാം. ഇന്ന് ശബരിയുടെ മോക്ഷത്തിൻ്റെ ഒരു കഥയാണ്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും കേൾക്കാത്തവർക്കായിട്ട്. പണ്ട് ദണ്ഡകാരണ്യത്തിൽ ശബരി എന്നൊരു വൃദ്ധയായ ഭക്ത ജീവിച്ചിരുന്നു. അവളൊരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവളായിരുന്നു. ശബരിക്ക് ചെറുപ്പം മുതലേ ഭഗവാൻ ശ്രീരാമനോട് അതിയായ ഭക്തിയായിരുന്നു. തൻ്റെ ഗുരുവായ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മാതംഗ മഹർഷിക്ക് തൻ്റെ അന്ത്യകാലം അടുത്തുവെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ശബരിയോട് പറഞ്ഞു, ശബരി, ഞാൻ എൻ്റെ ദേഹം ഉപേക്ഷിക്കാൻ പോകുന്നു. എന്നാൽ നീ വിഷമിക്കേണ്ട. ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീരാമൻ ഈ ആശ്രമത്തിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കുമ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കും. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ശബരിക്ക് അതിയായ സന്തോഷമുണ്ടായി. ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ശബരി ദിവസവും രാമൻ്റെ വരവിനായി കാത്തിരുന്നു. ആശ്രമം വൃത്തിയാക്കിയിട്ട് രാമന് ഇരിക്കാനും ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി. എല്ലാ ദിവസവും കാട്ടിൽ പോയി രാമന് ഇഷ്ടപ്പെട്ട പഴങ്ങളൊക്കെ ശേഖരിക്കും. എന്നിട്ട് എന്താ ചെയ്യുക, ഒക്കെ ഓരോ ദിവസവും അത് ഓരോന്ന് രുചിച്ച് നോക്കും. പുളിയോ കയ്പോ ഇല്ലാത്ത മധുരമുള്ള പഴങ്ങൾ മാത്രം രാമന് നൽകാനായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ രുചിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും നല്ല പഴങ്ങൾ മാത്രം ഒരു കുട്ടയിൽ ശേഖരിച്ചു വെച്ചു.
വർഷങ്ങളൊക്കെ പലത് കഴിഞ്ഞു, യുഗങ്ങളായി. ശബരി വൃദ്ധയായി, അവരുടെ ശരീരം ക്ഷീണിച്ചു. എന്നിട്ട് രാമനെ കാണാനുള്ള അവരുടെ ആഗ്രഹം ഒട്ടും കുറഞ്ഞില്ല. എല്ലാ ദിവസവും അവർ രാമൻ്റെ വരവിനായിട്ട് കാത്തിരുന്നു. ഒടുവിൽ സീതാന്വേഷണത്തിനായിട്ട് രാമനും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിലെ ശബരിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. വിജനമായ ആശ്രമത്തിൽ വൃദ്ധയായ ശബരി രാമൻ്റെ വരവും കാത്തിരിക്കുന്നത് അവർ കണ്ടു. രാമനെ കണ്ടപ്പോൾ ശബരിയുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. ശബരി രാമനെയും ലക്ഷ്മണനെയും ആദരവോടെ സ്വീകരിച്ചു. അവരെ ഇരുത്തി താൻ വർഷങ്ങളായി ശേഖരിച്ചു വെച്ച മധുരമുള്ള പഴങ്ങൾ അവർക്ക് നൽകി. രാമൻ ശബരി നൽകിയ പഴങ്ങൾ സന്തോഷത്തോടെ കഴിച്ചു. ശബരിക്ക് യാതൊരു സംശയവുമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തിയോടെയാണ് അവർ പഴങ്ങൾ രുചിച്ചു നോക്കി നൽകിയത്. രാമൻ അവരുടെ ഭക്തിയിൽ സംതൃപ്തനായി. രാമൻ ശബരിയോട് ചോദിച്ചു, ശബരി, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് എന്ത് തരും? അപ്പോൾ ശബരി പറഞ്ഞു, ഭഗവാനെ, അങ്ങേ കണ്ടപ്പോൾ എൻ്റെ ജീവിതം വളരെ സഫലമായി. എൻ്റെ ഗുരു പറഞ്ഞതുപോലെ എനിക്ക് മോക്ഷം ലഭിച്ചു. എനിക്കിനി മറ്റൊന്നും ആവശ്യമില്ല. ശബരിയുടെ അചഞ്ചലമായ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ അവരെ അനുഗ്രഹിച്ചു. ശബരിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ ദിവ്യമായ രൂപം പ്രാപിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് യാത്ര പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പലരും കേട്ടിരിക്കാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.